നമസ്കാരം. ഗൺമാൻ എന്ന് കേൾക്കുമ്പോൾ മെയ് 4 വരെ നമുക്ക് വല്ലാത്ത ഭയപ്പാടായിരുന്നു. പക്ഷേ 4-ാം തീയതി വോട്ടെണ്ണൽ ഫലം പുറത്തു വന്നതിന് ശേഷം ഗൺമാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു തമാശയാണ് തോന്നുന്നത്. ഈ ഗൺമാനെ ആൾക്കാർ ഭയപ്പെടാൻ കാരണം പിണറായി വിജയൻ നവകേരള സർക്കിട്ട് നടത്തിയപ്പോൾ അദ്ദേഹത്തെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ എല്ലാ പ്രോട്ടോക്കോളുകളും മറികടന്നുകൊണ്ട് തല്ലിച്ചതച്ചതോടുകൂടിയാണ് ഗൺമാന്മാർ കേരളത്തിലെ ജനങ്ങളുടെ പേടി സ്വപ്നമായത്. പക്ഷേ ഇവരുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് LDF കനത്ത പരാജയത്തിലേക്ക് പോവുകയും UDF അധികാരത്തിൽ വരാനൊരുങ്ങുകയും ചെയ്തതോടെ ഈ ഗൺമാന്മാർ ഇപ്പോൾ പലർക്കും ഒരു തമാശ കഥാപാത്രമാണ്. അന്ന് യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ച ഒരു ഗൺമാൻ ഇപ്പോൾ വിദേശത്തേക്ക് പോയി എന്നാണ് അറിയുന്നത്. അദ്ദേഹം അവിടെ അവധിയെടുത്ത് ജോലിക്ക് എന്തെങ്കിലും പോയതാണോ അതോ എന്തെങ്കിലും സന്ദർശനത്തിന് പോയതാണോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. ഈ അധികാരത്തിൻ്റെ ലഹരി അത് വല്ലാത്തൊരു ലഹരിയാണ്. ആ ലഹരി ആവോളം നുണഞ്ഞവരാണ് ഈ പിണറായി വിജയനും പിണറായി വിജയൻ്റെ കൂട്ടത്തിൽ നടന്ന ശിങ്കിടികളുമൊക്കെ. എങ്ങനെയൊക്കെ നികുതിപ്പണം, പൊതുഖജനാവിലുള്ള ജനങ്ങളുടെ നികുതിപ്പണം ധൂർത്തടിക്കാമോ അങ്ങനെയൊക്കെ അവർ ധൂർത്തടിച്ചു കഴിഞ്ഞ 10 വർഷം. അതാണ് കേരളത്തെ ഇത്രയധികം കടക്കണിയിലാക്കിയത്. ഇവിടെ LDF നേതാക്കൾക്കും അവർക്ക് വേണ്ടപ്പെട്ടവർക്കുമായി 500ഓളം ഗൺമാന്മാരെയാണ് കേരള പോലീസിൽ നിന്ന് നൽകിയിരിക്കുന്നത്. നോക്കൂ, 500ഓളം ഗൺമാന്മാരെ, മന്ത്രിമാർക്ക് ഗൺമാന്മാരെ നൽകുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ മറ്റുള്ളവർക്ക്, മന്ത്രിമാർക്ക് പോലും ഗൺമാന്മാരെ നൽകേണ്ട ഒരു അവസ്ഥ കേരളത്തിലില്ല. കാരണം കേരളത്തിൽ ഇത്തരത്തിലുള്ള ഭീഷണിയൊക്കെ വളരെ കുറവാണ്. ഇവർക്ക് വോട്ട് ചോദിച്ച് വരുമ്പോൾ മാത്രം ഗൺമാൻ്റെയും ആവശ്യമില്ല, ഒരു സുരക്ഷാ ജീവനക്കാരൻ്റെയും ആവശ്യമില്ല. നമ്മൾ എന്ത് പറയുന്നു അത് അവരനുസരിക്കാൻ തയ്യാറായാണ് നമ്മുടെ മുമ്പിൽ വോട്ട് ചോദിച്ചു വരുന്നത്. പക്ഷേ വിജയിച്ച് MLAയും മന്ത്രിയും ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവരുടെ രീതി മാറും. അതെല്ലാ രാഷ്ട്രീയക്കാരും അങ്ങനെ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി ഈ രീതിക്ക് ഒരു വ്യത്യാസമുണ്ടായിരുന്നു. എന്തായാലും 500ഓളം ഗൺമാന്മാരെയാണ് LDF നേതാക്കൾക്കും അവരുടെ വേണ്ടപ്പെട്ടവർക്കുമായി വാരിക്കോരി പിണറായി വിജയൻ്റെ സർക്കാർ കൊടുത്തത്. അതിൽ 3 പേർക്ക് 2 ഗൺമാന്മാർ വീതമുണ്ട്. ഒന്ന് P ജയരാജൻ, ഒന്ന് EP ജയരാജൻ, 3 കടകംപള്ളി സുരേന്ദ്രൻ. ഇതിൽ P ജയരാജന് മാത്രമാണ് സുരക്ഷാ ഭീഷണിയുള്ളത്. EP ജയരാജനും കടകംപള്ളിക്കും യാതൊരു സുരക്ഷാ ഭീഷണിയുമില്ല. അവർ മന്ത്രിമാരുമല്ല. പക്ഷേ അവർക്കും ഇത്തരത്തിൽ ഗൺമാന്മാരെ കൊടുത്തു. ഈ 4 ഗൺമാന്മാർ, ഈ 4 ഗൺമാന്മാർക്കായി അല്ലെങ്കിൽ 6 ഗൺമാന്മാർക്കായി എത്ര ലക്ഷം രൂപയാണ് ഈ കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ പൊതു ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത് എന്നൊന്ന് ഊഹിച്ചു നോക്കൂ. ആശാ വർക്കർമാരൊക്കെ തുച്ഛമായ ശമ്പള വർധനവിന് വേണ്ടി എന്തെല്ലാം സമരമുറകൾ നടത്തി. എത്രയോ തവണ ക്ഷേമ പെൻഷനുകൾ മുടങ്ങി. സംസ്ഥാനം കടക്കണിയിലായത് തന്നെ ഇത്തരത്തിലുള്ള ഒരു ധൂർത്തുകൊണ്ടാണ്. UDF സർക്കാർ അധികാരത്തിൽ വരുമെന്ന് ഉറപ്പായതോടെ പോലീസും നിലപാട് മാറ്റി. മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും എസ്കോർട്ടും പൈലറ്റും ഒക്കെ അനുവദിച്ചു. പക്ഷേ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമാകാത്തത് കൊണ്ട് അവരുടെ മര്യാദ കൊണ്ട് 2 പേരും പറഞ്ഞു, ഞങ്ങൾക്ക് എസ്കോർട്ടും പൈലറ്റും വേണ്ട, ഒരു തീരുമാനമായതിനു ശേഷം തന്നാൽ മതി എന്ന് പറഞ്ഞ് ഈ എസ്കോർട്ടും പൈലറ്റും ഒക്കെ മടക്കി വിട്ടു. ഈ സ്ഥാനത്ത് LDF നേതാക്കളായിരുന്നെങ്കിലോ ഗൃഹിണി പിള്ളേർക്ക് ചക്ക കൂട്ടാൻ കണ്ടതുപോലെ ആയിരിക്കും അവരുടെ ഒരു അവസ്ഥ. അപ്പോൾ കേരളത്തെ കടക്കണിയിലാക്കിയത് ഈ ഒരു ധൂർത്താണ്. ഇത്രയധികം ഗൺമാന്മാർ, പോലീസുകാർ, അവർക്ക് സുഖമുണ്ട്. കാരണം മന്ത്രിമാരോടൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഗൺമാൻ്റെ ജോലി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഏമാനെ ചുമന്നുകൊണ്ട് പോവുക, ആ വണ്ടിക്കകത്ത് കയറിയിരിക്കുക, ഇന്നോവ ക്രിസ്റ്റ ആയിരിക്കുമല്ലോ മിക്കവാറും, ആ വാഹനത്തിൽ കയറിയിരിക്കുക, അത് എവിടെയാണോ അദ്ദേഹം ഓഫീസിൽ ചെല്ലുന്നത് അവിടെ ഇറങ്ങുക, വീട്ടിൽ വരുമ്പോൾ അവിടെ ഇറങ്ങുക. ഇതാണ് ഗൺമാൻ്റെ ഡ്യൂട്ടി. അല്ലാതെ ഇവിടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ളതുപോലെ ഭരണാധികാരികൾക്ക് ഒന്നും ഇല്ലാത്തൊരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ആ കേരളത്തിലാണ് ഇത്രയധികം ധൂർത്ത് നടത്തിയത്. നോക്കൂ, 500ഓളം ഗൺമാന്മാരെയാണ് ഈ 5 കൊല്ലങ്ങളായി ഉപയോഗിച്ചിരുന്നത്. 500ൽ 100 പേരെ നമുക്ക് മാറ്റി നിർത്താം. 100 പേർ മന്ത്രിമാർക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കുമൊക്കെ ആവശ്യമായിരുന്നു എന്ന് നമുക്ക് കരുതാം. ബാക്കി 400 പേരുടെ കാര്യമെടുക്കൂ. ഈ 400 പേർക്ക് ഒരാളുടെ ശമ്പളം, ഒരു ഗൺമാൻ്റെ ശമ്പളം എനിക്കറിയില്ല, വ്യക്തമായിട്ട് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു 50,000 രൂപ വെച്ച് കൂട്ടിയാൽ പോലും അല്ലെങ്കിൽ 40,000 രൂപ വെച്ച് കൂട്ടിയാൽ പോലും 400 ഗൺമാന്മാർക്ക് ഒരു മാസം എത്ര കോടി രൂപയായി? അത് 5 കൊല്ലങ്ങളായി തുടരുകയാണ്. അങ്ങനെയാണ് ഈ പിണറായി വിജയൻ്റെ സർക്കാർ ഈ നാടിനെ ഈ തരത്തിൽ എത്തിച്ചത്. പിണറായി വിജയന് Z കാറ്റഗറി സുരക്ഷയായിരുന്നു ഉള്ളത്. പക്ഷേ തോറ്റ് തുന്നമ്പാടി തൊപ്പിയിട്ടതോടെ ഇപ്പോൾ അതൊന്നുമില്ല. ഒരു വെള്ള ഇന്നോവ ക്രിസ്റ്റയിൽ വന്നിറങ്ങും, ആരുടെയും മുഖത്ത് നോക്കാതെ കുനിഞ്ഞ് നടന്നു പോകുക. അതാണ് പിണറായി വിജയൻ. എന്നാൽ മെയ് 4-ന് മുമ്പുള്ള പിണറായി വിജയൻ ഇത്തരത്തിലല്ലായിരുന്നു. പിണറായി വിജയൻ്റെ ഒരു വരവും പോക്കുമൊക്കെ നമുക്കറിയാം. 40 കാറുകളും 400 പോലീസുകാരുടെയും അകമ്പടിയിൽ പിണറായി വിജയൻ കേരളമൊട്ടാകെ ചീറിപ്പാഞ്ഞ് അഹങ്കരിച്ചു നടന്നു. നമ്മളിൽ പലരും മഴയും വെയിലും കൊണ്ട് മുഖ്യമന്ത്രിക്ക് പോകാനായി വഴിയൊരുക്കുമ്പോൾ മണിക്കൂറുകളോളം ഒരുപക്ഷെ റോഡിലൊക്കെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്, വെയിലും മഴയും കൊണ്ടൊക്കെ. അന്നൊക്കെ ജനങ്ങളൊക്കെ പലപ്പോഴും ഈ സിഗ്നലിലൊക്കെ പ്രാകുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്.
കാരണം ക്ലിഫ് ഹൗസ് മുതൽ സെക്രട്ടേറിയറ്റ് വരെ 7 സിഗ്നലുകളുണ്ട്. മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ നിന്ന് സെക്രട്ടേറിയറ്റിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്കും പോകുമ്പോൾ ഈ 7 സിഗ്നലുകളും ഓഫ് ചെയ്തിടും. ആ സമയത്തൊക്കെ ഇത്തരത്തിൽ ആൾക്കാരൊക്കെ അവിടെ ഒതുങ്ങി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. അങ്ങനെയാണ് പിണറായി വിജയൻ ഈ 10 കൊല്ലങ്ങൾ ഇവിടെ അർമാദിച്ചത്. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്നത്. UDF നേതാക്കളും ഇത് മനസ്സിലാക്കിയാൽ നല്ലത്. കാരണം എല്ലാ രാഷ്ട്രീയക്കാർക്കും വലിയൊരു പാഠമാണ് പിണറായി വിജയൻ. അതായത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം അനുകരിക്കണം എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ എങ്ങനെയാണ് ഒരു പ്രസ്ഥാനത്തെയും ഒരു വ്യക്തിയെയും തകർക്കുക എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയാണ് പിണറായി വിജയൻ. മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കാത്തത് കൊണ്ടാണ് എസ്കോർട്ടും പൈലറ്റും ഒക്കെ വിട്ടത് എന്നിരിക്കട്ടെ. പക്ഷേ ഇനി അധികാരം കയ്യിൽ കിട്ടി മുഖ്യമന്ത്രിയൊക്കെ ആകുമ്പോൾ പിണറായി വിജയൻ്റെ ഒരു പതിപ്പായി ആരും മാറരുത്. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ 2031 ഒരു തെരഞ്ഞെടുപ്പ് നടക്കും. ആ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പിണറായി വിജയനൊക്കെ വീട്ടിൽ ചെന്നിരിക്കുന്നത് പോലെ UDF നേതാക്കൾക്കും ഇരിക്കാൻ കഴിയും. കാരണം 2016 പിണറായി വിജയൻ ആദ്യമായി മുഖ്യമന്ത്രി ആയപ്പോൾ മലയാള മനോരമ ദിനപത്രത്തിൽ വന്നൊരു ചിത്രം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അത് അംഗൻവാടിയിൽ ഈ കുട്ടികളെ നമ്മൾ കൊണ്ടാക്കാൻ പോകുമ്പോൾ കുട്ടികൾക്ക് ഒരു പകപ്പായിരിക്കും. ആദ്യമായി അംഗൻവാടിയിൽ പോകുന്നതിൻ്റെ ഒരു പകപ്പും അങ്കലാപ്പും ഒക്കെ ഈ കുട്ടികൾക്ക് കാണും. അതേ ഒരു ഭയപ്പാടോടും അങ്കലാപ്പോടും കൂടി പിണറായി വിജയൻ ഒരു ഇന്നോവ ക്രിസ്റ്റയുടെ സൈഡിലിരിക്കുകയാണ്. അത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നാണ് ആ ചിത്രം മലയാള മനോരമയുടെ ഫോട്ടോഗ്രാഫർ പകർത്തിയത്. അന്ന് ഞാൻ കരുതിയത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമൊക്കെ മാറുമെന്നാണ്. കാരണം പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ എനിക്ക് നന്നായിട്ട് അറിയാം, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ മുഖ്യമന്ത്രിയാകാനായിരിക്കാം അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ കാണിച്ചത് എന്ന് സമാധാനിച്ചുകൊണ്ട് ഇനിയെങ്കിലും കേരളത്തിൽ നല്ലൊരു ഭരണം കിട്ടും, പിണറായി വിജയൻ നന്നാകും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഞാൻ. പക്ഷേ അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ചെയ്തിരുന്നു അന്ന്. പക്ഷേ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് നമ്മൾ കണ്ടതാണ്. ആ പിണറായി വിജയനാണ് ഇന്ന് ഇത്തരത്തിൽ പടിയിറങ്ങി പോകേണ്ടി വന്നത്. ഇപ്പോൾ പിണറായി വിജയന് ഒരു സുരക്ഷാ ഭീഷണിയുമില്ല, ആരും അദ്ദേഹത്തെ ആക്രമിക്കുമെന്ന് അദ്ദേഹത്തിന് പേടിയില്ല. അപ്പോൾ എന്താണ്, അധികാരത്തിൻ്റെ ലഹരി നുണയുകയായിരുന്നില്ലേ പിണറായി വിജയൻ? നമ്മളുടെയൊക്കെ നികുതിപ്പണം ഞാനും നിങ്ങളുമൊക്കെ കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പിഴകളായും നികുതികളായും പിടിച്ചു പറിക്കുന്ന പണം കൊണ്ടല്ലേ ഇത്തരത്തിൽ ധൂർത്തടിച്ചത്? ആ ധൂർത്തല്ലേ ഇന്ന് കേരളത്തെ ഇത്രയധികം കടക്കണിയിലാക്കിയത്? ആ ധൂർത്തല്ലേ ഇന്ന്, ആ അഹങ്കാരവും ധാർഷ്ട്യവും ധൂർത്തുമല്ലേ ഇന്ന് ഈ ഒരു പ്രസ്ഥാനത്തെയും പിണറായി വിജയൻ എന്ന വ്യക്തിയെയും പാർട്ടി നേതാക്കളെയും ഒക്കെ തകർത്തെറിഞ്ഞത്? എന്തായാലും പിണറായി വിജയൻ വലിയൊരു പാഠമാണ്. ഇത്തരത്തിൽ UDF നേതാക്കൾ അത് കണ്ടറിഞ്ഞ് മുന്നോട്ട് പോയില്ലെങ്കിൽ 2031 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വീട്ടിലിരിക്കേണ്ടി വരും എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം.